വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് 8th മോഡ്യൂളിലെ MCQ സെഷനാണ്, റിവിഷൻ സീരീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ അലൂമിനിയം ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഫാബ്രിക്കേഷൻ. ഇപ്പോൾ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കിന് വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ മീഡിയം വെയിറ്റ്, കനോട്ട് ബെൻഡ്, മോർ വെയിറ്റ്, കനോട്ട് വിത്ത്സ്റ്റാൻഡ് ലോഡ്, ലൈറ്റ് വെയിറ്റ്, റെസിസ്റ്റന്റ് ടു കൊറോഷൻ, ഹെവി വെയിറ്റ്, കനോട്ട് ബി എക്സ്ട്രൂഡഡ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ്, റെസിസ്റ്റന്റ് ടു കൊറോഷൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് എ പെർമനന്റ് മെറ്റൽ ജോയിനിങ് ഓപ്പറേഷൻ. ഈ കൂട്ടത്തിൽ പെർമനന്റ് മെറ്റൽ ജോയിനിങ് ഓപ്പറേഷൻ ഏതാണ്? ഇപ്പോൾ ഈ സ്ക്രൂവിംഗ് ഒക്കെ നമുക്കറിയാം പെർമനന്റ് അല്ല. ഇതിൽ വെൽഡിംഗ് ആണ് പെർമനന്റ് മെറ്റൽ ജോയിനിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ ഫോൾഡഡ് എഡ്ജ് ഓൺ എ ഷീറ്റ് മെറ്റൽ ഒബ്ജക്റ്റ്. ഹെമ്മ്, സീമ്, ക്ലിപ്സ്, ബീഡിങ്. അതെന്ന് പറയുന്നത് ഫോൾഡഡ് എഡ്ജ്, അതിനെ പറയുന്ന പേര് ഹെം എന്നാണ്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഓപ്പറേഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് എ ഷാലോ റിലീഫ് ഡിസൈൻ ഓൺ ഷീറ്റ് മെറ്റൽ. അപ്പോൾ ഒരു ഷാലോ റിലീഫ് ഡിസൈൻ ഓൺ ഷീറ്റ് മെറ്റൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോമിംഗ് ആണോ, എംബോസിംഗ് ആണോ, സീമിംഗ് ആണോ, ഹെമ്മിംഗ് ആണോ? അപ്പോൾ ഇത് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഏരിയ ഒന്ന് നല്ലപോലെ നമ്മൾ കവർ ചെയ്തിരിക്കണം. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എംബോസിംഗ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് സ്ട്രെച്ചിങ് എ പീസ് ഓഫ് മെറ്റൽ ബൈ ഹിറ്റിംഗ് ഇറ്റ് വിത്ത് എ റൗണ്ട് ഹാമർ. Process of stretching a piece of metal by hitting it with a round hammer. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എംബോസിങ്, ബ്രേസിങ്, ബീഡിങ്, ബറിങ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബ്രേസിങ് ആണ്. ഈ ബ്രേസിങ് അല്ല, BRAISING, ബ്രേസിങ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. ഇത് ഷീറ്റ് മെറ്റലിൻ്റെ നിമി ക്വസ്റ്റ്യൻ ബാങ്കാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ കയറി വരാം. വിച്ച് അലൂമിനിയം അലോയ് പ്രിവെൻറ്റ്സ് കൊറോഷൻ ഡ്യൂ ടു സോൾട്ട് വാട്ടർ. അപ്പോൾ ഇത് അലൂമിനിയത്തിൻ്റെ അലോയിയെ കുറിച്ചാണ്. ഓക്കെ. സോൾട്ട് വാട്ടർ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന അലൂമിനിയം അലോയ് ഏതാണെന്നുള്ളത് വൈ അലോയി, അൽഡുറാൽ, അലൂമിനിയം ബ്രോൺസ്, ഡ്യൂറാലുമിൻ. ഓക്കെ. ഇതിൽ അൽഡുറാലാണ് ആൻസർ. ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന അലൂമിനിയം അലോയ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കപ്പാസിറ്റി റേഞ്ച് ഓഫ് മെക്കാനിക്കൽ പ്രോസസ്. ഒരു മെക്കാനിക്കൽ പ്രോസസ്സിൻ്റെ കപ്പാസിറ്റി ഔട്ട് ഓഫ് സിലബസ് ആണ് എങ്കിലും ഈ ക്വസ്റ്റ്യൻ കയറി വന്ന് നമുക്ക് അറിയാതെ പോകരുത്. 5 to 4000 ടൺ ആണ്. ഓക്കെ. അപ്പോൾ മെക്കാനിക്കൽ പ്രോസസ്സിൻ്റെ 5 to 4000 നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ മാക്സിമം കപ്പാസിറ്റി ഓഫ് ഹൈഡ്രോളിക് പ്രസ് ചോദിക്കുകയാണെങ്കിൽ അത് 5000 ടൺ ആണെന്നും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. Next question, which type of machine perform various sheet metal operations like turning, burring, beading, swaging, wiring, crimping, slitting and flanging. അപ്പോൾ വേരിയസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന മെഷീൻ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ നിബ്ലർ, 3 റോൾ ഫോമിംഗ് മെഷീൻ, യൂണിവേഴ്സൽ സ്വേജിങ് മെഷീൻ, ബാർ ഫോൾഡർ. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, യൂണിവേഴ്സൽ സ്വേജിങ് മെഷീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ദ ഫ്ലൈ പ്രസ് ഇസ് സ്പെസിഫൈഡ്. ഔട്ടാണ്, പക്ഷേ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ക്രൂ റോഡ് ഡയമീറ്റർ ആണ്. ഓപ്ഷൻ ബി, സ്ക്രൂ റോഡ് ഡയമീറ്റർ വെച്ചാണ് ഒരു ഫ്ലൈ പ്രസ് സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഫിഗർ ആണ്. വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. ഈ കാണിച്ചിരിക്കുന്ന ഓപ്പറേഷൻ ഏതാണെന്നുള്ളതാണ്. അപ്പം നിമിയിൽ ഓരോ ഓപ്പറേഷൻ്റെയും ഫിഗർ കൊടുത്തിട്ടുണ്ട് ഷീറ്റ് മെറ്റലിൻ്റെ. ഓക്കെ. ഇത് ഫോമിംഗ് ആണോ, ഡ്രോയിങ് ആണോ, പ്ലഞ്ചിങ് ആണോ, കേളിങ് ആണോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്ലഞ്ചിങ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. ഈ കാണുന്ന ഓപ്പറേഷൻ ഏതാണെന്നുള്ളത് ഡ്രോയിങ് ആണോ, കേളിങ് ആണോ, പ്ലഞ്ചിങ് ആണോ, ഫോമിംഗ് ആണോ? ഇത് കാണുമ്പോൾ തന്നെ അറിയാം കേളിങ് ആണ് ഇവിടുത്തെ ആൻസർ. വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഇൻ കട്ടിംഗ് ഷീറ്റ് മെറ്റൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പഞ്ച് ആൻഡ് ഡൈ ഓൺ പവർ പ്രസ്. അപ്പോൾ ഒരു കട്ടിംഗ് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷനാണ്. പഞ്ചും ഡൈയും ഉപയോഗിച്ചിട്ടാണ് നമ്മളത് പവർ പ്രസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ അത് പഞ്ചിങ് ആണോ, പിയേഴ്സിങ് ആണോ, ബ്ലാങ്കിങ് ആണോ, ഷിയറിങ് ആണോ? അപ്പോൾ ഈ പഞ്ചിങ്ങും പിയേഴ്സിങ്ങും ബ്ലാങ്കിങ്ങും എല്ലാം നമ്മുടെ കട്ടിങ് ഓപ്പറേഷനിൽ വരുന്നതാണ്. അതിനെ പറയുന്ന പേര് ഷിയറിങ് എന്നാണ്. ഓക്കെ. കട്ടിങ്ങിനെ തന്നെ പറയുന്നത് ഷിയറിങ് ഓപ്പറേഷൻ എന്ന് പറയും. നമുക്ക് ഫോമിങ് ഓപ്പറേഷൻ ഉണ്ട്, കട്ടിങ് ഓപ്പറേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഓപ്പറേഷൻ ഇഫ് സർക്കുലർ ഹോൾസ് ആർ മെയ്ഡ് ഇൻ എ റെഗുലർ പാറ്റേൺ ഓർ ഈവൻലി സ്പേസ്ഡ്. അപ്പോൾ സർക്കുലർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതെന്ന് പറയുന്നത് റെഗുലർ പാറ്റേണിലായിരിക്കും, ഈവൻലി സ്പേസ്ഡ് ആയിരിക്കും. അത്തരം ഓപ്പറേഷനെ പറയുന്ന പേരാണ്
പെർഫറേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു പെർഫറേറ്റിംഗ് എന്ന് പറയുന്നത് ഈവൻലി സ്പേസ്ഡ് ആയിരിക്കും. എന്നിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ അച്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, അതൊക്കെ ഈവൻലി സ്പേസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് അലൂമിനിയം ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി? ഓക്കെ, അപ്പോൾ അലൂമിനിയം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ എന്തിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ടാബ്ലറ്റ് സ്ട്രിപ്സ് പാക്കിങ്ങിനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് ആണ്. ആസ് യൂഷ്വൽ ജസ്റ്റ് അതിൻ്റെ ആൻസർ മാത്രം അറിഞ്ഞു പോവുക. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് വെർട്ടിക്കൽ റിബ് വിത്ത് റൗണ്ട് ഷേപ്പ് ഓൺ ഇറ്റ്സ് ടോപ്പ് ഇൻ ബോട്ടം ഫ്രെയിം ഓഫ് ദ വിൻഡോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രൊവൈഡ് ട്രാക്ക് ഫോർ സ്ലൈഡിംഗ് വിൻഡോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ക്രൂ ത്രെഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്ക്രൂ ത്രെഡ് ഓഫ് 55 ഡിഗ്രി ഇൻക്ലൂഡഡ് ആംഗിൾ ആൻഡ് ഡെപ്ത് ഓഫ് ത്രെഡ് ഈസ് 0.6403 p ഈസ് യൂസ്ഡ് ഇൻ ജനറൽ എഞ്ചിനീയറിംഗ് ഫാസ്റ്റനേഴ്സ്? അതിൻ്റെ ആൻസർ BSW ത്രെഡ് ആണ്. ഓക്കെ, വിച്ച് സ്ക്രൂ ത്രെഡ് ഈസ് 47.5 ഡിഗ്രി ഇൻക്ലൂഡഡ് ആംഗിൾ ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് സ്ക്രൂസ്? അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലായി, അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും മനസ്സിലായി. അതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് നേവി ബോട്ട്സ്? നേവി ബോട്ട്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈബർ ഗ്ലാസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗ്ലാസ് ലൈനിങ് ഓഫ് വാൽവ്സ്, പൈപ്സ് ആൻഡ് പമ്പ്സ്? ഇപ്പോൾ ഗ്ലാസ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഇതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണ്, ജസ്റ്റ് വായിച്ചു വിട്ടാൽ മാത്രം മതി. ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്ന് പറയുന്നത് കൊറോഷൻ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് ഗ്ലാസ് ലൈനിങ് കൊടുത്തിരിക്കുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് പാക്കിംഗ് ഇസ് യൂസ്ഡ് ഫോർ സൈഡ് റോളിംഗ് ആൻഡ് ഫോൾഡിംഗ് ഹാച്ച് കവേഴ്സ്? അതെന്ന് പറയുന്നത് സ്പോഞ്ച് റബ്ബറാണ് പാക്കിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഗ്ലാസ് ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ജെംസ്, ഇലക്ട്രിക് ബൾബ്, ലെൻസ് ആൻഡ് പ്രിസം? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാഷ് ലെഡ് ഗ്ലാസ് ആണ്. വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ ടു ഫൈൻഡ് ദ ഫോൾട്ട് ഇൻ എനി പ്രോഡക്റ്റ് ബിഫോർ ഇറ്റ് ഫിനിഷ്ഡ്? ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ ഓക്കെ അവിടെ ഒരു ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്. അതിനെ പറയുന്നത് ഇൻ്റർമീഡിയറ്ററി ഇൻസ്പെക്ഷൻ എന്നാണ്. ഓക്കെ, ഇൻ്റർമീഡിയറി ഇൻസ്പെക്ഷൻ എന്ന് പറയും. വിച്ച് ഈസ് എ കാൽക്കുലേഷൻ പെർഫോംഡ് ബിഫോർ മാനുഫാക്ചർ ഓഫ് എ പ്രോഡക്റ്റ്? എന്ന് പറയുന്നത് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നു. ഓക്കെ, അത് നമുക്കില്ല, നമുക്ക് പഠിക്കാനുള്ളതല്ല, ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടെടുത്ത് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ സ്റ്റിഫനിങ് ഓഫ് ലാർജ് പാനൽസ്? ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഈ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണെന്നുള്ളത്, സ്റ്റിഫനിങ് ഓഫ് ലാർജ് പാനൽസിൽ ആ എക്സ് എന്ന് നോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? എഡ്ജസ് ഫോൾഡ് ചെയ്തതാണോ, എഡ്ജസ് പാൻഡ് ഔട്ട് ചെയ്തതാണോ, ടോപ്പ് ഹാറ്റ് സെക്ഷൻ ആണോ, പി സെക്ഷൻ ഫ്രെയിം ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആ എഡ്ജസ് ഫോൾഡ് ചെയ്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ എഡ്ജ് സ്റ്റിഫനിങ്? എഡ്ജ് നമ്മൾ സ്റ്റിഫൻ ചെയ്യാറുണ്ട്, അതിൽ ഈ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? എഡ്ജ് ഫോൾഡ് ചെയ്തതാണോ, എഡ്ജ് സ്പാൻ ഡൗൺ ചെയ്തതാണോ, ടോപ്പ് ഹാറ്റ് സെക്ഷൻ ആണോ, പി സെക്ഷൻ ഫ്രെയിം ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എഡ്ജസ് പാൻ ഡൗൺ ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മെത്തേഡ് ഓഫ് റീഇൻഫോഴ്സിങ് വെരി ലാർജ് പാനൽ ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വെരി ലാർജ് പാനൽ ഷീറ്റ് മെറ്റൽ വർക്കിൽ റീഇൻഫോഴ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? വയറിംഗ് ആണോ, സീമിംഗ് ആണോ, റോളിംഗ് ആണോ, സ്റ്റിഫനിങ് ആണോ? ഓക്കെ, നമ്മൾ എഡ്ജ് സ്റ്റിഫനിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റിഫനിങ് ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സ്റ്റിഫനിങ് ഡൺ ഫോർ എഡ്ജസ് ഓഫ് ലാർജ് പാനൽസ് മെയ്ഡ് ബൈ റിജിഡ് ആൻഡ് സ്ട്രോങ് മെറ്റൽ ഷീറ്റ്? അപ്പോൾ സ്റ്റിഫനിങ്ങിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതിൽ തന്നെ ലാർജ് പാനൽസിൽ ഏത് സ്റ്റിഫനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്? വയറിംഗ് ആണോ, ഹെമ്മിങ് ആണോ, ഫോൾസ് വയറിംഗ് ആണോ, പാൻ ഡൗൺ ഓവർ ഫ്ലാഞ്ച് ആണോ ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പാൻ ഡൗൺ ഓവർ ഫ്ലാഞ്ച് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ദ സെൻറ്റർ ഓഫ് ലാർജ് പാനൽ സ്റ്റിഫൻഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? സെൻറ്റർ ഓഫ് ലാർജ് പാനൽ സ്റ്റിഫൻഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്. അപ്പോൾ ആ സെൻറ്റർ ഓഫ് ലാർജ് പാനൽ സ്റ്റിഫൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഷീറ്റ് മെറ്റൽ വർക്കിൽ? എഡ്ജസ് ഫോൾഡ് ചെയ്തിട്ടാണോ, എഡ്ജസ് പാൻ ഡൗൺ ചെയ്തിട്ടാണോ, യൂസ് ടോപ്പ് ഹാറ്റ് സെക്ഷൻ ആണോ, ഫോം പി സെക്ഷൻ ഫ്രെയിം ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് അതെന്ന് പറയുന്നത് യൂസ് ടോപ്പ് ഹാറ്റ് സെക്ഷൻ ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ സെൻറ്റർ ഓഫ് ലാർജ് പാനൽ സ്റ്റിഫൻഡ് ചോദിക്കുവാണെങ്കിൽ ടോപ്പ് ഹാറ്റ് സെക്ഷൻ, സെൻറ്ററിൽ നമ്മളൊരു തൊപ്പി വെച്ചിരിക്കുന്ന കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ടോപ്പ് ഹാറ്റ് സെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് ഹാൻഡ് ടൂൾസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം നമുക്ക് മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിലുള്ള ഹാൻഡ് ടൂൾസും നമ്മുടെ ഷീറ്റ് മെറ്റൽ വർക്കിൽ ഉൾപ്പെടും. അപ്പം ഇതിൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഈ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം,
അത് ബീമാണ്. ബീമാണ് അവിടെ എക്സ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ? സ്റ്റീൽ റൂളിൻ്റെ ആക്യുറസി അറിയാം, 0.5 mm ആണ്, അല്ലെങ്കിൽ 1/64 ഇഞ്ചാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഗേജ്? ഈ കാണിച്ചിരിക്കുന്ന ഗേജിൻ്റെ പേരെന്താണ്? റേഡിയസ് ഗേജ് ആണോ, ഫീലർ ഗേജ് ആണോ, സ്ക്രൂ പിച്ച് ഗേജ് ആണോ, സ്റ്റാൻഡേർഡ് വയർ ഗേജ് ആണോ? എന്ന് പറയുന്നത് SWG സ്റ്റാൻഡേർഡ് വയർ ഗേജ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പിച്ച് ഓഫ് മെട്രിക് മൈക്രോമീറ്റർ സ്പിൻഡിൽ ത്രെഡ്? നമ്മൾ മൈക്രോമീറ്ററിൻ്റെ സ്പിൻഡിൽ ത്രെഡിൻ്റെ പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 0.5 ആണ്. ഓക്കെ, 0.5 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മെട്രിക് മൈക്രോമീറ്റർ? ലീസ്റ്റ് കൗണ്ട് എത്രയാണ് മെട്രിക് മൈക്രോമീറ്ററിൻ്റെ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.01 mm ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഫിഗർ ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൂൾ? ഈ ടൂളിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. പഞ്ചാണോ അത്, സ്ക്രാച്ച് ഹോൾ ആണോ, ബെൻഡ് സ്ക്രൈബർ ആണോ, സ്ട്രൈറ്റ് സ്ക്രൈബർ ആണോ? അതെന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ക്രൈബർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് പഞ്ച്? അപ്പോൾ 30 ഡിഗ്രിയാണ് ഈ പഞ്ചിൻ്റെ ആംഗിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഡോട്ട് പഞ്ച് ആണോ, പ്രിക് പഞ്ച് ആണോ, സെൻറ്റർ പഞ്ച് ആണോ, ഹോളോ പഞ്ച് ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, പ്രിക് പഞ്ച് ആണ്. ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത് 60 ഡിഗ്രി, പ്രിക് പഞ്ചിനെയാണ് ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് പഞ്ച്? ഇപ്പോൾ ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ട് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി വരുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് സെൻറ്റർ പഞ്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഇതേതാണ് ഈ പാർട്ട്? ബ്ലേഡ് ആണോ, സ്റ്റോക്ക് ആണോ, ബർ സ്ലോട്ട് ആണോ, സ്ട്രൈറ്റ് എഡ്ജ് ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സ്റ്റോക്ക് ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ സൈസ് ഓഫ് ദ ട്രൈ സ്ക്വയർ ഇസ് സ്പെസിഫൈഡ്? ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ട്രൈ സ്ക്വയർ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? വിഡ്ത്ത് ഓഫ് ബ്ലേഡ് ആണോ, ലെങ്ത് ഓഫ് ബ്ലേഡ് ആണോ, വിഡ്ത്ത് ഓഫ് സ്റ്റോക്ക് ആണോ, ലെങ്ത് ഓഫ് സ്റ്റോക്ക് ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ലെങ്ത് ഓഫ് ബ്ലേഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ദ സൈസ് ഓഫ് എൽ സ്ക്വയർ ഇസ് സ്പെസിഫൈഡ്? അപ്പോൾ ട്രൈ സ്ക്വയർ പോലെ തന്നെ വേറൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് എൽ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ എൽ സ്ക്വയറിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടോങ്ങിൻ്റെ ഡെപ്ത് വെച്ചിട്ടാണോ, ഹൈറ്റ് ഓഫ് ദ ടങ്ക് വെച്ചിട്ടാണോ, തിക്നെസ് ഓഫ് ദ ടങ്ക് വെച്ചിട്ടാണോ, അതോ ലെങ്ത് ഓഫ് ദ ടങ്ക് ആൻഡ് ബോഡി ആണോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ലെങ്ത് ഓഫ് ദ ടങ്ക് ആൻഡ് ബോഡിയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ജനറൽ പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഇൻ ദ ഈവൻറ്റ് ഓഫ് ഫയർ? ഇപ്പോൾ സേഫ്റ്റി ആസ്പെക്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ റൈസ് ദ അലാം, അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് ചിസൽസ്, ഫയൽസ്, സ്ക്രൈബേഴ്സ് ആൻഡ് ആക്സ്? അപ്പോൾ ചിസൽസ്, ഫയൽസ്, സ്ക്രൈബേഴ്സ്, ആക്സ് ഇവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീലാണ്. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹൈ സ്പീഡ് സ്റ്റീൽ അലോങ് വിത്ത് ക്രോമിയം, വനേഡിയം ആൻഡ് മോളിബ്ഡിനം? അപ്പോൾ അതറിയാം, ഹൈ സ്പീഡ് സ്റ്റീലിൻ്റെ കണ്ടന്റ് നമുക്കറിയാം, അതിനെ ടങ്സ്റ്റൺ സ്റ്റീൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ടങ്സ്റ്റൺ ആണ്. വാട്ട് ഈസ് ദ കളർ ഓഫ് കോപ്പർ മെറ്റൽ? കോപ്പർ മെറ്റലിൻ്റെ കളർ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രൗൺ ആണോ, യെല്ലോ ആണോ, ബ്ലൂയിഷ് ഗ്രേ ആണോ, റെഡിഷ് ബ്രൗൺ ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റെഡിഷ് ബ്രൗൺ ആണ്. വിച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ദാറ്റ് ക്യാരി ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി? ഏത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ഹീറ്റും ഇലക്ട്രിസിറ്റിയും ക്യാരി ചെയ്യാനുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുന്നത്? ടെനാസിറ്റി, എലാസ്റ്റിസിറ്റി, മെഷീനബിലിറ്റി, കണ്ടക്ടിവിറ്റി. എൻ്റെ ആൻസർ അറിയാം, കണ്ടക്ടിവിറ്റി ആണ്. വിച്ച് ഇസ് ദ ചീപ്പസ്റ്റ് ഷീറ്റ് മെറ്റൽ യൂസ്ഡ് ഫോർ ഷീറ്റ് മെറ്റൽ വർക്ക്? അപ്പോൾ ഇത് ഷീറ്റ് മെറ്റലിൻ്റെ മെറ്റീരിയൽ നമുക്ക് പഠിച്ചിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഷീറ്റ് മെറ്റൽ ഏതാണ്? കോപ്പർ ഷീറ്റ് ആണോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് ആണോ, ബ്ലാക്ക് അയൺ ആണോ, ഗാൽവനൈസ് അയൺ ആണോ? ചീപ്പസ്റ്റ് ആയിട്ടുള്ളത് ബ്ലാക്ക് അയൺ ഷീറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, ലൈറ്റിംഗ് ഫിക്സ്റ്റേഴ്സ് ആൻഡ് എയറോപ്ലെയിൻ കൺസ്ട്രക്ഷൻ എക്സെട്ര? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേക്കുക. ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, ലൈറ്റിംഗ് ഫിക്സ്റ്റേഴ്സ്, എയറോപ്ലെയിൻ കൺസ്ട്രക്ഷൻ എക്സെട്ര. അപ്പോൾ എയറോപ്ലെയിൻ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ലെഡ് ഷീറ്റ്, ടിൻഡ് പ്ലേറ്റ്സ്, കോപ്പർ ഷീറ്റ്, അലുമിനിയം ഷീറ്റ്. ഇതിൽ അലുമിനിയം ഷീറ്റാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നത്. ഹൗ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹോട്ട് റോൾഡ് സ്റ്റീൽ ഫ്ലാറ്റ്സ് ആർ ഡെസിഗ്നേറ്റഡ്? അപ്പോൾ ഇതൊരു എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹോട്ട് റോൾഡ് സ്റ്റീൽ ഫ്ലാറ്റ്സ് ആർ ഡെസിഗ്നേറ്റഡ്. ISF ആണോ, ISHF ആണോ, ISSF ആണോ, ISFS ആണോ? ഇതെന്ന് പറയുന്നത് ISF ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് PVC? ഔട്ട് ഓഫ് സിലബസ് ആണ്, അതെല്ലാവർക്കും അറിയാം.
പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ എക്യുപ്മെൻറ്റ്? ഈ എക്യുപ്മെൻറ്റിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ് എങ്കിലും അതിൻ്റെ പേരറിഞ്ഞിരുന്നേക്കാം. അതെന്ന് പറയുന്നത് പിക്ലിംഗ് ബാത്ത് ആണ്. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് പിക്ലിംഗ് ബാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് സർഫസ് പ്രിപ്പറേഷൻ മെത്തേഡ്? സർഫസ് പ്രിപ്പറേഷൻ മെത്തേഡിൻ്റെ പേരെന്താണ്? പിക്ലിംഗ് ആണോ, ഡീഗ്രീസിംഗ് ആണോ, ബ്ലാസ്റ്റ് ക്ലീനിങ് ആണോ, ഫ്ലെയിം ഡീസ്കെയിലിംഗ് ആണോ? ഇതിന് പറയുന്ന പേര് ബ്ലാസ്റ്റ് ക്ലീനിങ് എന്നാണ് സർഫസ് പ്രിപ്പറേഷൻ മെത്തേഡിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കെമിക്കൽ മെത്തേഡ് ഓഫ് സർഫസ് ക്ലീനിങ്? കെമിക്കൽ മെത്തേഡ് ഓഫ് സർഫസ് ക്ലീനിങ്ങിന് പറയുന്ന പേര് പിക്ലിംഗ് ആണോ, ഡീസ്കെയിലിംഗ് ആണോ, ഡിഗ്രീസിംഗ് ആണോ, ബ്ലാസ്റ്റ് ക്ലീനിങ് ആണോ? അതിൻ്റെ പേര് പിക്ലിംഗ് എന്നാണ്. കെമിക്കൽ മെത്തേഡ് സർഫസ് ക്ലീനിങ് ചോദിക്കുവാണെങ്കിൽ പിക്ലിംഗ് ആണ്. സർഫസ് പ്രിപ്പറേഷൻ മെത്തേഡ് ചോദിക്കുവാണെങ്കിൽ ബ്ലാസ്റ്റ് ക്ലീനിങ് ആണ്. വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ സോഫ്റ്റ് സോൾഡർ ആൻഡ് കോട്ടിംഗ് മെറ്റീരിയൽ ഫോർ കെമിക്കൽ കണ്ടെയ്നേഴ്സ്? അപ്പോൾ സോഫ്റ്റ് സോൾഡർ ഉണ്ടാക്കാനും കെമിക്കൽ കണ്ടെയ്നേഴ്സിൻ്റെ കോട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടിന്നാണോ, സിങ്ക് ആണോ, ഗോൾഡ് ആണോ, ലെഡ് ആണോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കെമിക്കൽ കണ്ടെയ്നർ നമ്മളവിടെ നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ഓപ്ഷൻ ടിന്ന് പോയി കറുപ്പിക്കും. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ലെഡ് ആണ്. വിച്ച് മെറ്റൽ ഈസ് യൂസ് ടു മേക്ക് വാട്ടർ ഹീറ്റിംഗ് അപ്പാരറ്റസ്? വാട്ടർ ഹീറ്റിംഗ് അപ്പാരറ്റസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണ്? ലെഡ്, ബ്രാസ്, കോപ്പർ, അലൂമിനിയം. ഇതിൽ വാട്ടർ ഹീറ്റിംഗ് അപ്പാരറ്റസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കോപ്പർ ആയിരിക്കും ആൻസർ. നെക്സ്റ്റ്, വേർ ദ സ്റ്റീൽ ആംഗിൾസ് ആർ വൈഡ്ലി യൂസ്ഡ്? ഇപ്പോൾ നമ്മൾ ആംഗ്ലർ എന്നൊക്കെ പറയും. ഓക്കെ, സാധാരണ ഭാഷയിൽ ആംഗ്ലർ എന്നൊക്കെ പറഞ്ഞു വെക്കും. ഈ ഡ്രസ് വർക്കിനൊക്കെ പോകുന്നവർക്കൊക്കെ അറിയാം. ഓക്കെ, സ്റ്റീൽ ആംഗിൾസ് ആർ വൈഡ്ലി യൂസ്ഡ്. സ്റ്റീൽ ആംഗിൾസ് നമ്മൾ വൈഡ്ലി എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കാസ്റ്റിംഗ് വർക്കിനാണോ, മോൾഡിംഗ് വർക്കിനാണോ, കാർപ്പൻട്രി ആണോ, എഞ്ചിനീയറിംഗ് വർക്കിനാണോ യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് വർക്കിനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഷീറ്റ് ഈസ് ടഫർ ദാൻ GI ഷീറ്റ്? അപ്പോൾ നമ്മളിത് മെറ്റീരിയലിനെ കുറിച്ച് പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു GI കാട്ടി ടഫർ ആയിട്ടുള്ള ഷീറ്റിനെ കുറിച്ച്. ലെഡ് ഷീറ്റ് ആണോ, കോപ്പർ ആണോ, ഗാൽവനൈസ്ഡ് ഷീറ്റ് ആണോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് SS ഷീറ്റാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റാണ്. വിച്ച് മെറ്റൽ ഷീറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആസിഡ് ടാങ്ക്? ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസിഡ് ടാങ്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഡ് ഷീറ്റ് ആണ്. ആൻസർ ഓപ്ഷൻ എ ലെഡ് ഷീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സ്പെഷ്യൽ ഫോർജിങ് ടൂൾ യൂസ്ഡ് ഫോർ സ്മൂത്തനിങ് ആൻഡ് ഫിനിഷിംഗ്? സ്മൂത്തനിങ്ങിന് വേണ്ടിയും ഫിനിഷിങ്ങിന് വേണ്ടിയും നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ടൂൾ ഏതാണെന്നുള്ളതാണ്. ഡൈ ആണോ, ഡോളി ആണോ, സ്വേജ് ആണോ, സ്റ്റേക്ക് ആണോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്വേജ് ആണ്. ഓപ്ഷൻ സി സ്വേജ്. ഫോർജിങ് ടൂൾ ആയിട്ടുള്ളത് സ്വേജ് ആണ്. വിച്ച് മെഷീൻ ഈസ് യൂസ്ഡ് ടു ടേൺ എഡ്ജസ് ഓൺ സർക്കിൾസ് ആൻഡ് പൈപ്സ്? വിച്ച് മെഷീൻ ഈസ് യൂസ്ഡ് ടു ടേൺ എഡ്ജസ് ഓൺ സർക്കിൾസ് ആൻഡ് പൈപ്സ്? നിബ്ലിംഗ് ആണോ, എംബോസിംഗ് ആണോ, പ്രസ് ബ്രേക്ക് ആണോ, ബെഞ്ച് ടേണിംഗ് ആണോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ബെഞ്ച് ടേണിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ദ പാറ്റേൺ ഓൺ എ ഷീറ്റ് മെറ്റൽ ഒബ്ജക്റ്റ്? ഔട്ട് ഓഫ് സിലബസ് ആണ്, ജസ്റ്റ് ആൻസർ മാത്രം നോട്ട് ചെയ്ത് പോവുക. റേഡിയൽ ലൈൻ മെത്തേഡ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ പാറ്റേൺ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഷീറ്റ് മെറ്റൽ ഒബ്ജക്റ്റിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോസസ് ദാറ്റ് പ്രൊഡ്യൂസ് എ ഷാലോ റിലീഫ് ഡിസൈൻ ഓൺ ഷീറ്റ് മെറ്റൽ? ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എംബോസിംഗ് ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോസസ് കവറിംഗ് ആൻ ഏരിയ ഓഫ് മെറ്റൽ വിത്ത് മോൾട്ടൺ സോൾഡർ? മോൾട്ടൺ സോൾഡർ വെച്ച് ഒരു ഏരിയ കവർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ടിന്നിങ് ആണോ, സോൾഡറിങ് ആണോ, ഡിപ്പ് സോൾഡറിങ് ആണോ, സ്പ്രേ സോൾഡറിങ് ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ടിന്നിങ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് സർഫസ് പ്രൊട്ടക്ഷൻ മെത്തേഡ് ബൈ കോട്ടിംഗ് ലൂബ്രിക്കേഷൻ ഓയിൽ ആൻഡ് ഗ്രീസ്? ലൂബ്രിക്കേഷൻ ഓയിലും ഗ്രീസും ഉപയോഗിച്ചിട്ട് സർഫസ് പ്രൊട്ടക്ഷൻ നടത്തുന്ന ആ മെത്തേഡിനെ പറയുന്ന പേര് ടെമ്പററി ട്രീറ്റ്മെൻ്റ് ആണോ, പെർമനൻ്റ് ആണോ, സെമി ടെമ്പററി ആണോ, സെമി പെർമനൻ്റ് ട്രീറ്റ്മെൻ്റ് ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടെമ്പററി ട്രീറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് കോട്ടിംഗ് ഓഫ് സിങ്ക് ഓൺ അയൺ ഷീറ്റ്? അതെല്ലാവർക്കും അറിയാം. അയൺ ഷീറ്റിൽ സിങ്ക് കോട്ട് ചെയ്യുന്ന അതിനെ പറയുന്ന പേരെന്താണ്? ടിന്നിങ്, ആനോഡൈസിങ്, ഗാൽവനൈസിങ്, മെറ്റൽ സ്പ്രേയിങ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഗാൽവനൈസിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് സർഫസ് പ്രൊട്ടക്ഷൻ മെത്തേഡ് ബൈ പെയിൻറ്റിങ്? പെയിൻറ്റ് ചെയ്തിട്ട് സർഫസ് പ്രൊട്ടക്ഷൻ നടത്തുന്നത് ടെമ്പററി ആണോ, പെർമനൻ്റ് ആണോ, സെമി ടെമ്പററി ആണോ, സെമി പെർമനൻ്റ് ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതൊരു ടെമ്പററി ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്.
വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോസസ് വെയർ തിൻ ലെയർ ഓഫ് മെറ്റൽ ഡെപ്പോസിറ്റഡ് ബൈ ഇലക്ട്രിക്കലി ഓൺ അനദർ മെറ്റൽ? ഒരു തിൻ ലെയർ ഓഫ് മെറ്റൽ മറ്റൊരു മെറ്റലിലേക്ക് ഇലക്ട്രിക്കലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ക്ലാഡിംഗ് ആണോ, ആനോഡൈസിങ്, ഷെറഡൈസിങ്, ഇലക്ട്രോപ്ലേറ്റിംഗ്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. നെക്സ്റ്റ്, വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഫോർ കോട്ടിംഗ് വെസൽസ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി? ഫുഡ് ഇൻഡസ്ട്രിയിൽ കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ടിന്നാണോ, സിങ്ക് ആണോ, നിക്കലാണോ, കാഡ്മിയം ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ടിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കാണുന്ന ഡിവൈസ് അല്ലെ ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ അയൺ, ഫോൾഡിംഗ് ബാർ, സ്റ്റേക്ക്, ഹാച്ചറ്റ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, സ്റ്റേക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൂൾ? ഈ കാണുന്ന ടൂളിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. ബീക്ക് ആൻഡ് സ്റ്റേക്ക് ആണോ, ഹാഫ് മൂൺ സ്റ്റേക്ക് ആണോ, ഫണൽ സ്റ്റേക്ക് ആണോ, ഹാച്ചറ്റ് സ്റ്റേക്ക് ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബീക്ക് ആൻഡ് സ്റ്റേക്ക് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേക്ക് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഷാർപ്പ് ബെൻഡ്സ്, ഫോൾഡിംഗ് ദ എഡ്ജസ് ഓഫ് ഷീറ്റ് മെറ്റൽ, ഫോമിംഗ് ബോക്സസ് ആൻഡ് പാൻസ് ബൈ ഹാൻഡ്? അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേക്ക് ഏതാണെന്നാണ് അറിയേണ്ടത്. ഫണൽ സ്റ്റേക്ക് ആണോ, ഹാച്ചറ്റ് സ്റ്റേക്ക് ആണോ, ബീക്ക് ആൻഡ് സ്റ്റേക്ക് ആണോ, ഹാഫ് മൂൺ സ്റ്റേക്ക് ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹാച്ചറ്റ് സ്റ്റേക്ക് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഹാച്ചറ്റ് സ്റ്റേക്ക്, ഷാർപ്പ് ബെൻഡ്, ഫോൾഡിംഗ് ദ എഡ്ജസ് ഓഫ് ഷീറ്റ് മെറ്റൽ, ഫോമിംഗ് ബോക്സസ് ആൻഡ് പാൻസ് ബൈ ഹാൻഡ്. ഹാച്ചറ്റ് സ്റ്റേക്ക്, ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേക്ക് ഹാസ് 2 arms at its both ends? One is usually cranked downwards and square holes. അപ്പം അത് ഏതാണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഫണൽ സ്റ്റേക്ക്, റേസിംഗ് അയൺ, ടിൻമാൻസ് ഹോൾസ്, സ്ക്വയർ എഡ്ജ് സ്റ്റേക്ക്. അതിന് പറയുന്ന പേര് ടിൻമാൻസ് ഹോൾസ് എന്നാണ്. ഓക്കെ, ഹോൾ സ്റ്റേക്ക് എന്ന് പറയുന്ന സ്റ്റേക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൂൾ ദാറ്റ് ഫ്ലാറ്റ് ഓൺ വൺ സൈഡ് ആൻഡ് അതർ സർഫസ് ഈസ് റൗണ്ട്? ഒരു സൈഡ് ഫ്ലാറ്റ് ആണ്, അതർ സർഫസ് റൗണ്ട് ആണ്. ഫോൾഡിംഗ് ബാർ ആണോ, ആംഗിൾ അയൺ ആണോ, ആൻവിൽ ആണോ, ഹോളോ മാൻഡ്രിൽ ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ആൻവിൽ ആണ്. ആൻവിൽ. ഓക്കെ, ഒരു സൈഡ് ഫ്ലാറ്റ് ആയിരിക്കും, മറ്റേ സൈഡ് റൗണ്ട് ആയിരിക്കും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൂൾ? ഓക്കെ, അതിൻ്റെ അകത്ത് ഫിഗർ വന്നിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് സ്വേജ് ബ്ലോക്ക്? അപ്പോൾ ഇത് സ്വേജ് ബ്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്വേജ് ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? റോട്ടൈൻ ആണോ, കാസ്റ്റ് സ്റ്റീൽ ആണോ, മൈൽഡ് സ്റ്റീൽ ആണോ, കാസ്റ്റ് അയൺ ആണോ? കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് സ്വേജ് ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിഫക്റ്റ് ഇഫ് ദ മെറ്റൽ ചിപ്സ് ക്ലോഗ് ബിറ്റ്വീൻ ദ ടീത്ത് വൈൽ ഫൈലിംഗ്? അപ്പോൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ ടീത്തിൽ ചിപ്സ് ക്ലോഗ് ചെയ്യുന്ന ആ ഡിഫക്റ്റിനെ പറയുന്ന പേര് ക്ലോഗിങ് എന്നാണോ, ലോഡിങ് എന്നാണോ, ഗ്ലേസിങ് എന്നാണോ, പിന്നിങ് എന്നാണോ? ഫയലിൽ പിന്നിങ് എന്നാണ് അതിന് പറയുന്ന, ക്ലോഗിങ് എന്ന് പറയില്ല. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ക്ലോഗിങ് ആയിരിക്കും. ഇവിടെ ഈ ക്ലോഗ് കണ്ടിട്ട് അത് പോയി കുത്തരുത്, പിന്നിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ബ്ലേഡ്സ് ഓഫ് സ്നിപ്പ് വൈൽ കട്ടിങ് ഷീറ്റ് മെറ്റൽ? അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ ബ്ലേഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, കട്ട് ചെയ്യാൻ നേരത്തുള്ള ആംഗിൾ ബിറ്റ്വീൻ ദ ബ്ലേഡ്സ്. അതെന്ന് പറയുന്നത് ലെസ് ദാൻ 10 ആണോ, ലെസ് ദാൻ 20 ആണോ, മോർ ദാൻ 30 ആണോ, ലെസ് ദാൻ 45 ആണോ? ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലെസ് ദാൻ 20 ആണ്. ഓക്കെ, വേറൊരു ആംഗിൾ നമ്മൾ സ്നിപ്പിന് പഠിച്ചിട്ടുണ്ട്, 85 ഡിഗ്രി. അതെന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് പാർട്ട് ഓഫ് ദ ഡ്രിൽ മെഷേർഡ് ഫോർ ഇറ്റ്സ് ഡയമീറ്റർ? ഇപ്പോൾ ഡ്രില്ലിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഡ്രില്ലിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലിപ്പാണോ, ലാൻഡാണോ, ടാങ്ക് ആണോ, ഫ്ലൂട്ട് ആണോ? അപ്പോൾ ഡ്രില്ലിൽ അതിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യുന്നത് ലാൻഡാണ്. ഓപ്ഷൻ ബി, ലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യൂസ് ടു ഹോൾഡ് ദ ടാപ്പ് വൈൽ ടാപ്പിംഗ്? ടാപ്പിംഗ് സമയത്ത് ടാപ്പ് ഹോൾഡ് ചെയ്യുന്നത് എന്താണ്? പ്ലെയർ ആണോ, സ്റ്റോക്ക് ആണോ, പൈപ്പ് റഞ്ച് ആണോ, ടാപ്പ് റഞ്ച് ആണോ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എളുപ്പമായിരിക്കും. ടാപ്പ് റഞ്ച് ആണ് ടാപ്പിനെ ഹോൾഡ് ചെയ്യുന്നത് ടാപ്പിംഗ് സമയത്ത്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ബെഞ്ച് പ്ലേറ്റ്? ബെഞ്ച് പ്ലേറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷേപ്പ് റൗണ്ട് ആണോ, സ്ക്വയർ ആണോ, ഹെക്സഗൺ ആണോ, റെക്റ്റാങ്കുലർ ആണോ?
അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി റെക്റ്റാങ്കുലർ ആണ്. വാട്ട് ഈസ് എ കോസ് ഫോർ ഡ്രിൽ ബ്രേക്കേജ് ഇൻ ഡ്രില്ലിംഗ്? എന്താണ് ഡ്രിൽ ബ്രേക്കേജിന് കാരണം? കൂളിംഗ് ഇൻഎഫക്റ്റീവ് ആയതുകൊണ്ട്, കട്ടിംഗ് സ്പീഡ് ടു ഹൈ ആയതുകൊണ്ട്, കട്ടിംഗ് എഡ്ജസ് ആർ നോട്ട് ഷാർപ്പ്, ക്ലിയറൻസ് ആംഗിൾ ഈസ് ഇൻകറക്റ്റ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കട്ടിംഗ് സ്പീഡ് ടു ഹൈ ആകാൻ നേരത്താണ് ഡ്രിൽ ബ്രേക്കേജ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിലെ ഏത് ടൈപ്പ് സീമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാൻ ഡൗൺ സീമാണോ, നോക്ക്ഡ് അപ്പ് സീമാണോ, പിറ്റ്സ്ബർഗ് സീമാണോ, പ്ലെയിൻ ഡോട്ടേൽ സീമാണോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പ്ലെയിൻ ഡോട്ടേൽ സീമാണ്. നെക്സ്റ്റ് ഫോൾഡിംഗ് അലവൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ ഫോൾഡ് സൈസ് ഓഫ് ദ സീം ഇൻ ലോക്ക്ഡ് ഗ്രൂവ് ജോയിൻറ്റ്? ഫോൾഡ് സൈസ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ലോക്ക് മൈനസ് 2 ടൈംസ് ദ മെറ്റീരിയൽ തിക്നെസ്. ഫോൾഡ് സൈസ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ലോക്ക് മൈനസ് 3 ടൈംസ് ദ മെറ്റീരിയൽ തിക്നെസ്. ഫോൾഡ് സൈസ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ലോക്ക് മൈനസ് 4 ടൈംസ് ദ മെറ്റീരിയൽ തിക്നെസ്. ഫോൾഡ് സൈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ലോക്ക് മൈനസ് 5 ടൈംസ് ദ മെറ്റീരിയൽ തിക്നെസ്. അപ്പോൾ ഇത് അവരത് തിരിച്ച് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോൾഡ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ലോക്ക്, ഓക്കെ, വിഡ്ത്ത് പ്ലസ് മൈനസ് അതിൽ നിന്ന് 3 ടൈംസ് ഓഫ് തിക്നെസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക്ഡ് ഗ്രൂവ് ജോയിൻറ്റിൻ്റെ ഫോൾഡ് സൈസ് കിട്ടും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് the workpiece to be joined are made in the form of a hook inserted and locked using a groover? Stake joint ആണോ, സ്റ്റാൻഡിങ് സീം ആണോ, ലോക്ക്ഡ് ഗ്രൂവ് ജോയിൻ്റ് ആണോ, പിറ്റ്സ്ബർഗ് സീം ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലോക്ക്ഡ് ഗ്രൂവ് ജോയിൻ്റ് ആണ്. ലോക്ക്ഡ് ഗ്രൂവ് ജോയിൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൗ മെനി ടൈപ്സ് ഓഫ് ഡോട്ടേൽ സീം ആർ ദർ? എത്ര ടൈപ്പ് ഡോട്ടേൽ സീമാണ് ഉള്ളത്? 2, 3, 4, 5. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 3 ടൈപ്സ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നോട്ട് ചെയ്ത് വെച്ചേക്കുക, നമുക്ക് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെഷീൻ? ഈ മെഷീൻ്റെ പേരെന്താണ്? ഹെമ്മിങ് മെഷീൻ ആണോ, സീം ക്ലോസിംഗ് മെഷീൻ ആണോ, ഗ്രൂവിംഗ് മെഷീൻ ആണോ, പവർ ഹാക്സോ ആണോ ഈ കാണുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അത് സീം ക്ലോസിംഗ് മെഷീൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹെമ്മിങ് അലവൻസ് വിത്ത് റെസ്പെക്ട് ടു ഷീറ്റ് തിക്നെസ്? ഹെമ്മിങ് അലവൻസ് വിത്ത് റെസ്പെക്ട് ടു ഷീറ്റ് തിക്നെസ് 2 to 3 ടൈംസ്, 3 to 4 ടൈംസ്, 4 to 5 ടൈംസ്, 5 to 6 ടൈംസ്. അപ്പോൾ ഈ ഹെമ്മിങ് അലവൻസ് ഷീറ്റ് തിക്നെസ്സുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3 to 4 ടൈംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഡൺ ഓൺ ഷീറ്റ് മെറ്റൽ ടു അവോയ്ഡ് ഷാർപ്പ് എഡ്ജസ്? ഷാർപ്പ് എഡ്ജസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? വയറിംഗ് ആണോ, ടേണിംഗ് ആണോ, ഹെമ്മിങ് ആണോ, അതോ സ്റ്റിഫനിങ് ആണോ? ഷാർപ്പ് എഡ്ജസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോൾഡ് ഇഫ് എ ഷീറ്റ് മെറ്റൽ എഡ്ജ് ഈസ് ഫോൾഡഡ് ടു 180 ഡിഗ്രി ട്വൈസ്? ഇപ്പം 2 തവണ 180 ഡിഗ്രി വരാൻ നേരത്ത് അതിനെന്താണ് പറയുന്നത്? സിംഗിൾ ഹെം എന്ന് പറയുമോ, ഡബിൾ ഹെം എന്ന് പറയുമോ, സ്റ്റിഫർ എന്ന് പറയുമോ, വയറിംഗ് എന്ന് പറയുമോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡബിൾ ഹെം ആണ്. 2 തവണ ഇതേപോലെ മടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ഡബിൾ ഹെം എന്നാണ് പറയുന്നത്. ഹൗ മെനി ടൈപ്സ് ഓഫ് വയറിംഗ് പ്രോസസ് ഫോളോഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? എത്ര ടൈപ്പ് വയറിംഗ് പ്രോസസ്സ് ഷീറ്റ് മെറ്റൽ വർക്കിലുണ്ട്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 2 ടൈപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മെത്തേഡ്സ് ഓഫ് എഡ്ജ് സ്റ്റിഫനിങ് ഡൺ? അടുത്തത് എഡ്ജ് സ്റ്റിഫനിങ്ങിൻ്റെ ആണ്. അപ്പോൾ ഇത് ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക. വയറിംഗ് പ്രോസസ്സ് 2 ടൈപ്പാണുള്ളത്. എഡ്ജ് സ്റ്റിഫനിങ് എന്ന് പറയുന്നത് 7 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, 7 ടൈപ്സ് ഓഫ് എഡ്ജ് സ്റ്റിഫനിങ് മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂസ്ഡ് ഫോർ വെൽഡഡ് ഫ്രെയിംസ് ഫോർ സ്റ്റിഫനിങ് ആൻഡ് സപ്പോർട്ടിങ് റെക്ടാങ്കുലർ ഡക്റ്റ്? അപ്പോൾ ഇതൊരു ഔട്ട് സിലബസ് ആണ്. വെൽഡ് ഫ്രെയിംസ് ഫോർ സ്റ്റിഫനിങ് ആൻഡ് സപ്പോർട്ടിങ് റെക്ടാങ്കുലർ ഡക്റ്റ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആംഗിൾ സ്റ്റിഫനർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അലവൻസ് ഫോർ ഡബിൾ ഗ്രൂവ്ഡ് സീം ജോയിൻറ്റ്? ഡബിൾ ഗ്രൂവ്ഡ് സീം ജോയിൻറ്റിൻ്റെ അലവൻസ് എന്താ? വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ് എഡ്ജ് പ്ലസ് തിക്നെസ് ഓഫ് ദ ഷീറ്റ് ആണോ, അതോ 2 ടൈംസ് ദ ഫോൾഡഡ് എഡ്ജ് പ്ലസ് 2 ടൈംസ് തിക്നെസ് ഓഫ് ദ ഷീറ്റ്, 3 ടൈംസ് വിഡ്ത്ത് ഓഫ് ദ ഫോൾഡർ എഡ്ജ് പ്ലസ് 3 ടൈംസ് തിക്നെസ് ഓഫ് ദ ഷീറ്റ്,
4 ടൈംസ് വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ് എഡ്ജ് 4 ടൈംസ് തിക്നെസ് ഓഫ് ദ ഷീറ്റ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഡബിൾ ഗ്രൂഡ് സീം ജോയിൻറ്റിൻ്റെ 4W പ്ലസ്, ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരിക്കും തരിക. ഓപ്ഷൻ ഇത്ര വലുതായിട്ടൊന്നും തരത്തില്ല. 4W പ്ലസ് 40. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫോർമുല ടു കാൽക്കുലേറ്റ് ടോട്ടൽ അലവൻസ് ഫോർ ദ ലോക്ക്ഡ് ഗ്രൂവ് ജോയിൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഫോൾഡ് സൈസ്? ലോക്ക്ഡ് ഗ്രൂവ് ജോയിൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഫോൾഡ് സൈസ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ് പോവാം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടോട്ടൽ അലവൻസ് എന്ന് പറയുന്നത് 3 ടൈംസ് ഫോൾഡ് സൈസ് പ്ലസ് 6 ഇൻറ്റു തിക്നെസ് ഓഫ് ദി ഷീറ്റ് ആണ്. ഓക്കെ, ടോട്ടൽ അലവൻസ് എന്ന് പറയുന്നത് 3 ടൈംസ് ഫോൾഡ് സൈസ് പ്ലസ് 6 ഇൻറ്റു തിക്നെസ് ഓഫ് ദ ഷീറ്റ്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതങ്ങനെ കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഫോർമുല ടു കാൽക്കുലേറ്റ് കെ അലവൻസ് ഫോർ നോക്ക്ഡ് അപ്പ് ജോയിൻറ്റ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്ക്ഡ് അപ്പ് ജോയിൻറ്റിൻ്റെ അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കെ ഇസ് ഈക്വൽ ടു 2W പ്ലസ് ടി, കെ ഇസ് ഈക്വൽ ടു 2W പ്ലസ് 2T, കെ ഇസ് ഈക്വൽ ടു 2W പ്ലസ് 3T, കെ ഇസ് ഈക്വൽ ടു 2W പ്ലസ് 4T. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നോക്ക്ഡ് അപ്പ് ജോയിൻറ്റിൻ്റെ 2W പ്ലസ് 3T ആണ്. അതുപോലെ തന്നെ പാൻ ഡൗൺ ജോയിൻറ്റിൻ്റെ ചോദിക്കുവാണെങ്കിൽ 2W പ്ലസ് 2T ആണെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോൾഡ് എക്സ്ട്രാ മെറ്റീരിയൽ പ്രൊവൈഡ് ഓൺ മെറ്റീരിയൽ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ എഡ്ജസ് ആൻഡ് സീംസ്? ടോളറൻസ്, ലിമിറ്റ്, അലവൻസ്, മാർജിൻ. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതിന് പറയുന്ന പേരാണ് അലവൻസ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫോൾഡഡ് സെക്ഷൻ ദാറ്റ് ഇന്റർലോക്സ് വിത്ത് ഫോൾഡ്സ് ഓൺ ആർട്ടിക്കിൾസ് ടു ബി ജോയിൻറ്റ് ആൻഡ് ക്യാൻ ബി ഡിസ്മാൻഡിൽഡ്? അതായത് ജോയിൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫോൾഡഡ് സെക്ഷൻ, അത് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ഫോൾഡ്സ് ഓൺ ആർട്ടിക്കിൾസ് ടു ബി ജോയിൻറ്റ് ആൻഡ് ക്യാൻ ബി ഡിസ്മാൻഡിൽഡ്. ഡ്രൈ സ്ലിപ്പ്, ക്ലീറ്റ് ജോയിൻറ്റ്, സ്റ്റാൻഡിങ്സ് എസ് ക്ലിപ്പ്, ഹെംഡ് എസ് ക്ലിപ്പ്. ഇതിന് പറയുന്ന പേരെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ക്ലീറ്റ് ജോയിൻ്റ് ആണ്. നമുക്ക് ഇനി ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റലിന് വർക്കറിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. നമുക്ക് വേണ്ട മാത്രം ഈ വാർണിംഗ് സൈൻ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ട്രയാങ്കുലർ ഷേപ്പാണ്. പിന്നെ ഫ്ലെയിമബിൾ ലിക്വിഡ് അവിടെ യൂസ് ചെയ്യുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്നത് ഫോം ടൈപ്പാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിങ്ക് എന്ന് പറയുന്നത് 7 ആണ്. ഈ 2.7 എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെയാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സിൽവർ അത് 964 ആണ്. ഈ 1083 എന്ന് പറയുന്നത് കോപ്പറിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഈ 419 അല്ലെങ്കിൽ 420 എന്നുള്ളത് വേറൊരു മെറ്റലിൻ്റെയാണ്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൺ മെറ്റൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കോപ്പർ, സിങ്ക്, ടിന്ന് ഇവ മൂന്നിൻ്റെയും കൂടെ അലോയാണ് ഗൺ മെറ്റൽ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റീൽ പ്ലേറ്റിൻ്റെ, ഓക്കെ, നേരത്തെ പറഞ്ഞത് ISF ആയിരുന്നു. ഹോട്ട് റോൾഡ് ഫ്ലാറ്റ് അതിൻ്റെ ആയിരുന്നു സ്ട്രിപ്പിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റീൽ പ്ലേറ്റിൻ്റെയാണ്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തിരിക്കണം. ISPL എന്നാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റീൽ പ്ലേറ്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഹാസ് ഹയസ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി? അപ്പോൾ ഈ കൂട്ടത്തിൽ ഹയസ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ളത് ലെഡിനാണ്. ഏകദേശം 11.34 അല്ലെങ്കിൽ 11.363 ആ റേഞ്ചിൽ തരും. ഓക്കെ, ലെഡിൻ്റെ കാര്യം ഒന്ന് നോട്ട് ചെയ്തേക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷീറ്റ് മെറ്റൽ ഈസ് ചീപ്പസ്റ്റ്? നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, അത് ബ്ലാക്ക് അയൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷീറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക്? അപ്പം ആ ലെഡ് ഷീറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദ മെറ്റൽ ഷീറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫുഡ് കണ്ടെയ്നർ ടിൻഡ് ഫുഡ്. ഓക്കെ, അത് ഓർത്താൽ മതി. ടിന്നിലാണ് ഫുഡ് കൊണ്ടുവരുന്നത്. നെയിം ഓഫ് ഫോൾഡ് എഡ്ജ് ഓൺ എ ഷീറ്റ് മെറ്റൽ ഒബ്ജക്റ്റ്. ആ ഫോൾഡഡ് എഡ്ജിനെ പറയുന്ന പേര് ഹെം ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ സ്റ്റീൽ റൂളിൻ്റെ ആക്യുറസി 0.5 mm ആണ്. ഔട്ട്സൈഡ് കാലിപ്പറിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് അത് സ്റ്റീൽ റൂളിൻ്റെ ആക്യുറസി തന്നെയായിരിക്കും, 0.5 mm. ഇൻ വിച്ച് പാർട്ട് ഓഫ് ആൻ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഡേറ്റം ലൈൻ മാർക്ക്? അപ്പോൾ ഡേറ്റം ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ബാരൽ അല്ലെങ്കിൽ സ്ലീവിലാണ്. ഓക്കെ, നെക്സ്റ്റ്, വെർണിയൽ ബിവൽ പ്രൊട്രാക്ടർ ക്യാൻ മെഷർ ആംഗിൾസ് പ്രിസൈസ്ലി ആൻഡ് ആക്യുറസി ഓഫ്? അതെന്ന് പറയുന്നത് 5 minutes ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് എ കോമ്പിനേഷൻ സെറ്റ്? കോമ്പിനേഷൻ സെറ്റിൻ്റെ പാർട്ട് അല്ലാത്തത് ഏത്? അതെന്ന് പറയുന്നത് ഗേജ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് യൂണിവേഴ്സൽ കോമ്പിനേഷൻ ഷിയർ? യൂണിവേഴ്സൽ കോമ്പിനേഷൻ ഷിയറിൻ്റെ അതർ നെയിം എന്ന് പറയുന്നത് ഗിൽബോ ഷിയർ ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് സ്നിപ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൽ ബാക്കി PDF കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കണം. പിന്നെ കൊടുത്തിട്ടുള്ളത് പിച്ച് ഓഫ് ആക്സോ ബ്ലേഡ് യൂസ് ഫോർ കട്ടിങ് ഹൈ കാർബൺ സ്റ്റീൽ. ഹൈ കാർബൺ സ്റ്റീൽ കട്ട് ചെയ്യാനായിട്ട് 1.4 mm പിച്ചുള്ള ആക്സോ ബ്ലേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പോയിന്റ് ആംഗിൾ ഓഫ് ഡ്രിൽ ഫോർ ഡ്രില്ലിംഗ് മെറ്റീരിയൽ സ്റ്റീൽ ആൻഡ് കാസ്റ്റ് സ്റ്റീൽ 70 to 120 kg ഫോഴ്സ് പെർ mm². അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 130 ഡിഗ്രി ആണെന്ന് ഓർക്കണം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ക്രൂ ഡ്രൈവർ ഈസ് യൂസ്ഫുൾ ഫോർ അപ്ലൈയിങ് ഗ്രേറ്റർ ടേണിംഗ് ഫോഴ്സ്? അത് ഓഫ്സെറ്റ് സ്ക്രൂ ഡ്രൈവറാണ്. ഗ്രേറ്റർ ടേണിംഗ് ഫോഴ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സ്ക്രൂ ഡ്രൈവറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിച്ച് ഷീറ്റ് മെറ്റൽ സീം ഈസ് യൂസ്ഡ് ഇൻ ടോയ്സ്? ടോയ്സിൽ യൂസ് ചെയ്യുന്ന ഷീറ്റ് മെറ്റൽ സീം ഏതാണെന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് സ്റ്റേക്ക് ജോയിൻ്റ് ആണ്. ഫോർ ലോക്ക്ഡ് ഗ്രൂ ജോയിൻറ്റ് വിഡ്ത്ത് ഓഫ് ഗ്രൂവർ 6 mm ആൻഡ് ഷീറ്റ് തിക്നെസ് ഇസ് 0.5 mm, ദെൻ ദ വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ്. അപ്പോൾ അതിന് ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് 4.5 mm വരും. നമ്മുടെ ക്ലാസ്സിൽ അത് കൊടുത്തിട്ടുണ്ട്, ലോക്ക്ഡ് ഗ്രൂ ജോയിൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ സീം യൂസ്ഡ് ഇൻ കർവ്ഡ് സെക്ഷൻ ഓഫ് എ ഡക്റ്റ് വർക്ക്. ലോഞ്ചിറ്റ്യൂണൽ സീം യൂസ്ഡ് ഇൻ കർവ്ഡ് സെക്ഷൻ ഓഫ് ഡക്റ്റ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പിറ്റ്സ്ബർഗ് സീമാണ്. പിന്നെ നേരത്തെ പറഞ്ഞായിരുന്നു പാൻ ഡൗൺ സീമിൻ്റെ അലവൻസ് എന്ന് പറയുന്നത് 2W + 2T ആണ്. നോക്ക്ഡ് അപ്പ് ജോയിൻറ്റിൻ്റെ ആണെങ്കിൽ 2W + 3T ആണ്. ഈ രണ്ട് വാല്യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തവണ വേണമെങ്കിൽ ഇത് ചോദിക്കാം. ഓക്കെ, വിച്ച് നോച്ച് ഈസ് യൂസ്ഡ് വെൻ സിംഗിൾ ഹെം മീറ്റ്സ് അറ്റ് റൈറ്റ് ആംഗിൾ? സിംഗിൾ ഹെം റൈറ്റ് ആംഗിളിന് മീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ സ്ലാൻഡ് നോച്ച് ആയിരിക്കും. ഇൻ വി നോച്ച് ബോത്ത് സൈഡ്സ് ആർ കട്ട് അറ്റ് എ ഡാഷ് ഡിഗ്രി ആംഗിൾ ടു ദ എഡ്ജ് ഓഫ് ഷീറ്റ്. അപ്പോൾ രണ്ട് സൈഡ്സിൽ നിന്നും കട്ട് ചെയ്യുന്നത് 45 ഡിഗ്രി വെച്ചിട്ടാണ്. ഓക്കെ, അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് വി നോച്ചിൻ്റെ ആംഗിൾ വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഫോളോഡ് ഫോർ കോൺ ആൻഡ് പിരമിഡ്? ഇത് ഡെവലപ്മെൻറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പ്രതീക്ഷിക്കേണ്ട. എന്നാലും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റേഡിയൽ ലൈനാണ് കോണിനും പിരമിഡിനും വരുന്നത്. ഓക്കെ, വിച്ച് മെത്തേഡ് ഓഫ് പാറ്റേൺ ലേഔട്ട് ഈസ് യൂസ്ഡ് ഫോർ ട്വിസ്റ്റഡ് ടേപ്പർ സ്ക്വയർ? ഓക്കെ, അതും പാറ്റേൺ ലേഔട്ടിൻ്റെ ആണ്, ട്രയാങ്കുലേഷൻ ആണ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ആർക്ക് ലെങ്ത് ഇൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഓഫ് പാറ്റേൺ ഡെവലപ്മെൻറ്റ്? അത് പാറ്റേൺ ഡെവലപ്മെൻറ്റ് ഒരു ഇക്വേഷൻ ആണ്, L = 2πr³/360 എന്നുള്ളത്. ഓക്കെ, വാട്ട് ഈസ് യൂസ്ഡ് ഇൻ ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രീസ് ഫോർ ചെക്കിംഗ് കോണ്ടൂർ ഓഫ് എ റേഡിയസ് കോർണർ വൈൽ ബെൻഡിങ് പ്ലേറ്റ്സ്? അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ടെംപ്ലേറ്റ് ആണെന്ന് ഓർക്കുക. ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രീസിൽ അതിൻ്റെ കോണ്ടൂർ ചെക്ക് ചെയ്യാനായിട്ട് റേഡിയസ് കോർണർ. ഓക്കെ, വിച്ച് മെറ്റൽ ഇൻ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ മേക്കിംഗ് റിവറ്റ്? റിവറ്റ് ഉണ്ടാക്കാത്ത മെറ്റീരിയൽ ഏത്? കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ബ്രിട്ടിലാണ്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും റിവറ്റ് ഉണ്ടാക്കാറില്ല. വാട്ട് ഈസ് ദ ഫോർമുല ജനറലി യൂസ്ഡ് ഇൻ ഷോപ്പ് ഫ്ലോർ ഫോർ ലെങ്ത് ഓഫ് സ്നാപ്പ് ഹെഡ് റിവറ്റ്? ഇപ്പോൾ സ്നാപ്പ് ഹെഡ് റിവറ്റിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, T + 1.5 D ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാൻ ഹെഡിൻ്റെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും കൂടെ ജസ്റ്റ് ഇതിൻ്റെ കൂടെ പഠിക്കുക. ഓക്കെ, നമ്പർ ഓഫ് ജോയിൻറ്റ്സ് കോമൺലി യൂസ്ഡ് ഇൻ റിവറ്റിംഗ്. റിവറ്റിങ്ങിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ജോയിൻറ്റ്സ് എത്രയാണ്? അതെന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ പിച്ച് ഓഫ് റിവറ്റ്സ് ഇൻ ചെയിൻ റിവറ്റിംഗ്? ചെയിൻ റിവറ്റിങ്ങിൽ അതിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 3D ആയിരിക്കും. ടോട്ടൽ ഷീറ്റ് മെറ്റൽ ബേസ് തിക്നെസ് അപ് ടു -mm ക്യാൻ ബി യൂസ്ഡ് ഫോർ സെമി ട്യൂബുലാർ ആൻഡ് മെറ്റൽ പിയേഴ്സിംഗ് റിവറ്റ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, റിവറ്റിൽ നിന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഷീറ്റ് മെറ്റൽ ബേസ് തിക്നെസ് അപ് ടു 2.5 mm. ഓക്കെ, അവിടെ നമ്മൾ സെമി ട്യൂബുലാർ അല്ലെങ്കിൽ മെറ്റൽ പിയേഴ്സിംഗ് റിവറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ദ പാർട്ട് ഓഫ് ലേസി ടോങ്? ലേസി ടോങ്ങിൻ്റെ പാർട്ട് അല്ലാത്തത് ഏത്? ബുഷ്. വൈൽ റിവറ്റിംഗ് സംടൈംസ് റിവറ്റ് ടെൻസ് ടു ബെൻഡ് ആൻഡ് ഡീഫോം ബിക്കോസ്? ചില സമയത്ത് റിവറ്റ് ബെൻഡ് ആവാനും ഡീഫോം ആവാനും കാരണം എന്ന് പറയുന്നത് ഹോളെന്ന് പറയുന്നത് റിവറ്റിനെക്കാൾ വലുതായിരിക്കും. ഹോൾ ഈസ് ടു ലാർജ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റിവറ്റ് ദാറ്റ് മെഷീൻ ടു പ്രൊഡ്യൂസ് 2 പ്രോങ്സ് അറ്റ് ദ ഷാങ്ക് എൻഡ്? അപ്പോൾ 2 പ്രോങ്സ്, ഇതുപോലെ 2 പ്രോങ്സ് ഉള്ള റിവറ്റിനെ പറയുന്ന പേരാണ് ബൈഫർക്കേറ്റഡ് റിവറ്റ് എന്ന് പറയും. ഓക്കെ, ലാഗ് സ്ക്രൂസ് ആർ അവൈലബിൾ ഇൻ അപ് ടു -inches. ലാഗ് സ്ക്രൂസ് 6 inches വരെ അവൈലബിൾ ആണ്. നെയിം ദ സിലിണ്ടറിക്കൽ തിൻ ഡിസ്ക് വിത്ത് ഹോൾ ഇൻ ദ സെൻറ്റർ. അതിൻ്റെ പേരാണ് പ്ലെയിൻ വാഷർ. സിലിണ്ടറിക്കൽ ഡിസ്ക് അതിൻ്റെ സെൻറ്ററിൽ ഹോൾ കാണും. വാട്ട് ഈസ് ടിൻ ലെഡ് റേഷ്യോ കമ്പോസിഷൻ ഇൻ എക്സ്ട്രാ ഫൈൻ സോൾഡർ? അപ്പോൾ ഓരോ സോൾഡറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എക്സ്ട്രാ ഫൈൻ സോൾഡറിൽ 66% ടിന്നും 34% ലെഡും ആയിരിക്കും. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സോൾഡറിങ് അയൺ? സോൾഡറിങ് അയൺ ഉണ്ടാക്കാനായിട്ട് കോപ്പർ ആൻഡ് കോപ്പർ അലോയ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് ഫ്യൂവൽ യൂസ് ഇൻ ഹാൻഡ് ഫോർജിങ്? ഹാൻഡ് ഫോർജിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചാർക്കോൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇനോർഗാനിക് ഫ്ലക്സ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് ടിൻ ബ്രോൺസ്? ടിൻ ബ്രോൺസ് സോൾഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇനോർഗാനിക് ഫ്ലക്സ് എന്ന് പറയുന്നത് കിൽഡ് സ്പിരിറ്റ് ആണ്. ഓക്കെ,
Which part of the following is not related to square section, segmental bend pipes? ഇത് പൈപ്പിൻ്റെ ഇതിൽ നിന്ന് വരുന്നതാണ്, അതിനെ ക്ലിയറൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് പാറ്റേൺ ഡെവലപ്മെൻറ്റ് ഫോർ 90 ഡിഗ്രി എൽബോ? അത് പാരലൽ ലൈനാണ്. ടി ജോയിൻറ്റ് നമുക്ക് പഠിക്കാനില്ല, 2 elbows ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ എസെൻഷ്യൽ ടു ഡു സോൾഡറിങ്? എസെൻഷ്യൽ അല്ലാത്തത് ഏത് ഫീച്ചർ? കറക്റ്റ് ജോയിൻറ്റ് ഡിസൈൻ, പ്രിപ്പറേഷൻ ഓഫ് ജോയിൻറ്റ്, സെലക്ഷൻ ഓഫ് സോൾഡർ, ക്ലീൻ വിത്ത് വയർ ബ്രഷ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ആൻസർ. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് സോൾഡറിങ് അപ്ലൈഡ് ഇൻ റെക്ടിഫൈങ് ലീക്കേജ് ഓഫ് വാട്ടർ ടാങ്ക്സ് ആൻഡ് ഫ്യൂവൽ ടാങ്ക്സ്? ഈ സോൾഡറിങ്ങിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ വേണേൽ ചോദിക്കാം. വാട്ടർ ടാങ്കിൻ്റെ ലീക്കേജ് റെക്ടിഫൈ ചെയ്യാനും ഫ്യൂവൽ ടാങ്കിൻ്റെയൊക്കെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് സ്വെറ്റിംഗ് സോൾഡറിങ് ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ പോയിൻ്റ് ആംഗിൾ ഓഫ് ചിസൽ ടു കട്ട് ദ മെറ്റൽ ബ്രാസ്? അപ്പോൾ ACBM CH എന്ന് പറഞ്ഞ് നമുക്കൊരു വാല്യൂസ് ഉണ്ട് ഇതിനെല്ലാം. ഓക്കെ. അപ്പോൾ ബ്രാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ് ചിസൽ ആംഗിൾ. ഓക്കെ. കെമിക്കൽ ഫോർമുല ഫോർ ബോക്സൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് Al2O3 NH2 ആണ്. ഓക്കെ. അപ്പോൾ അതൊന്ന് കെമിക്കൽ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോപ്പർ 8.92. അപ്പോൾ ഓരോ മെറ്റൽസിൻ്റെയും സ്പെസിഫിക് ഗ്രാവിറ്റിയും അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും അറിഞ്ഞിരിക്കണം. നെയിം ദ അലോയ് ഫ്രം ദ ഫോളോയിങ് കോമ്പിനേഷൻ: അലൂമിനിയം 92.5, കോപ്പർ 4%, നിക്കൽ 2%, മഗ്നീഷ്യം 1.5%. അങ്ങനെ പറയുന്ന പേരാണ് വൈ അലോയ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ കുറച്ച് അലോയ്സിൻ്റെ പഠിച്ചു വെച്ചിരിക്കണം. വിച്ച് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ്? പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോബാൾട്ട് സ്റ്റീലാണ്. കാൽക്കുലേറ്റ് ദ RPM ഫോർ എ ഹൈ സ്പീഡ് സ്റ്റീൽ ഡ്രിൽ ഓഫ് 24 diameter in MS. കട്ടിംഗ് സ്പീഡ് ഓഫ് MS is 30. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 398 വരും. വിച്ച് ടൈപ്പ് ഓഫ് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിംഗ് നമ്പർ ഓഫ് ബെൻസ് ഓൺ ദ സെയിം കമ്പോണൻറ്റ് ക്ലിയറൻസ് ഫോർ പ്രീവിയസ് ബെൻസ് ഹാസ് ടു ബി കൺസിഡേർഡ് ഇൻ പ്രസ് ബ്രേക്ക്? നമുക്ക് പഠിക്കാനുള്ളതല്ല, ഗൂസ് നെക്ക് പഞ്ച് എന്ന് പറയും. ദ ഓപ്പറേഷൻ ഓഫ് ഫോമിംഗ് ഇംപ്രഷൻസ് ഓഫ് ഫിഗേഴ്സ് ലെറ്റേഴ്സ് ഈസ് കോൾഡ് എന്നെ പറയുന്നവരെ എംബോസിംഗ് എന്നാണ്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ക്ലീൻ ആൻഡ് സ്ക്രാച്ച് ഫ്രീ സർഫസ് അതിനെ പോളിഷിംഗ് എന്ന് പറയും.